എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രവാസ ജീവിതം ഇന്ന് 1 വർഷം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. റോഡ് സൈഡിലെ ഫുട്പാത്തിൻ്റെ ഒക്കെ ഒരു വൃത്തിയുണ്ട്. നമ്മുടെ നാട്ടിലെ ഫുട്പാത്തുകളും ഇതുപോലെ ആയെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. വരുന്ന 10 വർഷം കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഫുട്പാത്തും ഇതുപോലെ വൃത്തിയുള്ളതായി മാറിയേക്കാം. ഓരോന്ന് ചിന്തിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. അങ്ങനെ എൻ്റെ മലപ്പുറത്തുകാരനായ സുഹൃത്തിൻ്റെ അടുത്തെത്തി. അവനിവിടെ 8 വർഷമായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ കുറച്ച് അവിടെ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ സിറ്റികളിൽ വൈകുന്നേരമായി കഴിഞ്ഞാലാണ് ആളുകൾ നടക്കാൻ ഇറങ്ങുക. കാരണം അതിനു മുമ്പ് നല്ല വെയിലായിരിക്കും. എൻ്റെ കയ്യിലുള്ള ബസ് കാർഡിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ വാങ്ങണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനായി. അത്രയ്ക്കും സാധനങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ മകന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഓഫിന് കുറച്ച് സാധനങ്ങൾ കൂടി വന്ന് വാങ്ങി. സത്യം പറഞ്ഞാൽ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ടൈം എടുത്ത് പർച്ചേസ് ചെയ്യണം. എന്നാലേ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് നോക്കിയെടുക്കാനും നല്ലത് തിരഞ്ഞെടുക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഒരുവിധം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി ബിൽ കൗണ്ടറിലെത്തി. സാധനങ്ങളൊക്കെ അവിടേക്ക് എടുത്തു വെച്ച് കൊടുത്തു. ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ വേഗം പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. UAE സിറ്റിയുടെ ഭംഗി ശരിക്ക് ആസ്വദിക്കണമെങ്കിൽ രാത്രി തന്നെ സിറ്റിയിലൂടെ നടക്കണം. അങ്ങനെ കയ്യിലെ കുറച്ച് കവറിൽ സാധനവും പുറത്തെ ബാഗിൽ സാധനമായിട്ട് ഞങ്ങൾ കഥ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഇനി അടുത്ത ഓഫിന് വീണ്ടും വരണം, കഴിഞ്ഞില്ല. അതെ, ഞങ്ങൾ പ്രവാസികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ ഓഫിനൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി കൂട്ടി വെക്കാറാണ്. ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങളാണ് നാട്ടിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് ചില പ്രവാസികൾക്കെങ്കിലും മനസ്സിലായി കാണും. എന്തൊക്കെയായാലും ലീവിന് നാട്ടിലേക്ക് പോകാനുള്ള ദിവസം എടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കഥ പറഞ്ഞ് സമയം പോലും അറിഞ്ഞില്ല. നാളെ ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്